ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ആളുകളും ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് സെലക്ഷൻ എന്ന് പറയുന്നൊരു കാര്യം. ഈ സ്റ്റോക്ക് സെലക്ഷൻ ചെയ്യാനായിട്ട് ഒരുപാട് രീതികളുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ചില ടിപ്സാണ് നമ്മളിന്ന് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. ഒന്നാമത്തെ സ്റ്റോക്ക് സെലക്ഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി, ആ കമ്പനി ചെയ്യുന്ന ബിസിനസ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ദീർഘകാലമായിട്ട് നടന്നു വരുന്ന ഒരു ബിസിനസ്സാണ് അത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇപ്പോൾ ആ കമ്പനി ചെയ്യുന്ന ആ ബിസിനസ് ദീർഘനാളത്തേക്ക് കൂടുതൽ ലോങ് ടൈമിലേക്ക് ആ ബിസിനസ്സിന് അവസരമുണ്ടോ, സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി നാലാമത്തെ പോയിന്റ്, ആ കമ്പനി ചെയ്യുന്ന ബിസിനസ് വളരെ വലിയ രീതിയിൽ ഏറ്റവും ആക്റ്റീവായിട്ട് വളരാനുള്ള ഗ്രോത്തിനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളതും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട്, അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ചിരിക്കണം. ഇനി ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബിസിനസ് നടത്തുന്ന ആളുകൾ, അതായത് ആ ബിസിനസ്സിൻ്റെ പ്രൊമോട്ടേഴ്സ്, അവരുടെ ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി എന്താണ്, അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി ഏഴാമത്തെ പോയിന്റ് എന്താണ്, ആ ബിസിനസ്സിൽ എത്ര കടമുണ്ടെന്നുള്ളത്, ഡെറ്റ് എന്തോരുണ്ടെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ റീപേയ്മെൻറ്റിന് എന്തെങ്കിലും മുടക്കങ്ങൾ വന്നിട്ടുണ്ടോ, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ. പിന്നെ അത് മാത്രമല്ല, ആ റീപേയ്മെൻറ്റ് നടത്തുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അതിൽ കൂടുതലായിട്ട് കമ്പനി കൺസിസ്റ്റൻ്റ് ആയിട്ട് ലാഭം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ഇനി എട്ടാമത്തെ പോയിന്റ്, ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന വിലയും കമ്പനിയുടെ വാല്യുവേഷൻ തമ്മിലുള്ളൊരു അന്തരം, അത് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഒമ്പതാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നല്ല അവസരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഒമ്പതാമത്തെ പോയിന്റ്. ഇനി പത്താമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്ട്സും സർവീസും അത് നിങ്ങൾക്ക് പരമാവധി നിങ്ങൾക്ക് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അത് വളരെയധികം നല്ലതായിരിക്കും. കാരണം അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 10 പ്രൊസീജിയേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള സ്റ്റോക്സ്, അതായത് ഭാവിയിൽ ഗ്രോത്ത് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്സ് സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് സാധിക്കും. We are here to create investment winners. Thank you.